ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഈ കാണിക്കുന്ന പോലെ ഐസ്ക്രീം ബോൾ കൊണ്ടൊരു വാഴക്കൂമ്പാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫെവിക്കോളും ടിഷ്യൂ പേപ്പറും മാത്രം മതി. ഈ കാണിക്കുന്നത് പോലെ ആദ്യത്തെ ലെയർ നമ്മൾ ഒന്ന് ഫെവിക്കോൾ തേച്ച് ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2-3-4 ലെയറിൽ നമ്മൾ ഒട്ടിച്ചെടുക്കും. കാരണം ഒരു കട്ടിക്ക് ആ ഒരു വലിപ്പത്തിനും അതുപോലെ തന്നെ കുറച്ച് ഒരു കൂമ്പ് പോലെ ഇരിക്കുന്ന ഒരു മോഡലാക്കി എടുക്കണം. 2-3-4 ലെയർ ഒട്ടിച്ച് നമ്മൾ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇത് അതൊന്നും കൂടി റിക്കവർ ചെയ്തെടുത്ത് ഇനി അതിനൊരു ഇതൾ ചെയ്യാനായിട്ട് നമ്മൾ 2-3-4 ടിഷ്യൂ പേപ്പർ രണ്ടായിട്ട് മടക്കി അതിനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ രണ്ട് സൈഡും, അതായത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് നമ്മളത് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ ആ ഫെവിക്കോൾ യൂസ് ചെയ്ത് നല്ലതുപോലെ അത് ഒട്ടിച്ച് ചേർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കൂമ്പിൻ്റെ ഒരു ഷേപ്പ് നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ നല്ലൊരു ഒറിജിനാലിറ്റിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ ഒരു ഫിനിഷിങ് നീറ്റായിട്ട് ചെയ്താൽ മാത്രം മതി. നമ്മളെ കയ്യിൽ ഫെവിക്കോൾ വെച്ചുകൊണ്ട് നമ്മളിത് തൊട്ടാൽ ആ ഒരു ടിഷ്യൂ പേപ്പർ പെട്ടെന്നത് അത്രയും ഭാഗം ഒട്ടിഞ്ഞെടുക്കുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മളിത് ചെയ്യാനായിട്ട്. കൈ ഫെവിക്കോൾ പറ്റുമ്പോൾ അതത്രയും തുടച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി എടുക്കാൻ. ഇതുപോലെ നമ്മൾ 2 ലെയറും ഓപ്പോസിറ്റ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് അതിന് നീറ്റായിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്ത് ഇതുപോലെ ആ ഒരു ഇതളുകൾ 2 സൈഡിലും വെച്ച് ഒട്ടിച്ചതിന് ശേഷം ബാലൻസ് താഴത്തെ ഭാഗവും നമുക്കത് ഇളവിയിരിക്കുന്ന ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം, അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടിയിരുന്നോളും. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് കിട്ടും. നമുക്ക് ഏകദേശം ഇത് ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് സോഫ്റ്റായിട്ട് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ഒട്ടിച്ച് ഇനി അതിൻ്റെ മുകളിൽ 2 ലെയറും കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ള ടിഷ്യൂ പേപ്പർ അതെന്ന് വെച്ചാൽ രണ്ടായിട്ട് മടക്കി അത് കട്ട് ചെയ്ത് നല്ല കട്ടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും നമ്മൾ ആ ഒരു ലെയർ നമുക്ക് ഒരു സംതൃപ്തി ആവത്തക്ക വിധത്തിൽ അതിനെ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 എണ്ണം വെച്ച് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്തെടുക്കാം. ഇത് 2-3-4 ലെയറാക്കി ഞാൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി ആ കളർ എന്ന് വെച്ചാൽ ഇത് റെഡ് പ്ലസ് ബ്ലാക്ക് പ്ലസ് വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വിരിഞ്ഞ ഒരു സൈഡിൽ മാത്രം ഡാർക്ക് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് വീണ്ടും ഞാൻ ഒന്നുകൂടി ബ്ലാക്ക് കളർ അതിൻ്റെ മേലിൽ കൂടെ ഒരു കോട്ട് ചെയ്ത് ഇതുപോലെ നീറ്റാക്കി ഒറിജിനാലിറ്റിയോടുകൂടി നമുക്ക് ചെയ്തെടുക്കാം. വളരെ നല്ലൊരു ഫിനിഷിങ്ങോടുകൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.